നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ എന്ന് കളിക്കാനിറങ്ങും. ബ്രസീലിന് വേണ്ടി നെയ്മർ എന്ന് കളിക്കാനിറങ്ങും. ആരാധകരുടെ വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയറോട് ഇന്നലെ ചോദിക്കുകയുണ്ടായി. ESPN FCക്ക് നൽകിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളതാണ് പരിശോധന. അതിന് മുന്നോടിയായിട്ട് ബ്രസീലിൻ്റെ അടുത്ത കളി എന്താണ്? അടുത്ത കളി സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2 കളികൾ കളിക്കും. ഒന്ന് സെപ്റ്റംബർ 5 ബ്രസീൽ വേഴ്സസ് ഇക്വഡോർ മത്സരം, പിന്നെ സെപ്റ്റംബർ 10 പരാഗ്വേ വേഴ്സസ് ബ്രസീൽ മത്സരം. അത് കഴിഞ്ഞ് ഒക്ടോബറിലാണ് പിന്നെ കളികൾ. ഒക്ടോബർ 10 ബ്രസീൽ വേഴ്സസ് ചിലി മത്സരം, ഒക്ടോബർ 15 ബ്രസീൽ വേഴ്സസ് പെറു മത്സരം. അത് കഴിഞ്ഞ് നവംബറിലും മത്സരങ്ങളുണ്ട്. നവംബറിലെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ നവംബർ 15 ബ്രസീൽ വേഴ്സസ് വെനിസ്വേല മത്സരം, നവംബർ 20 ബ്രസീൽ വേഴ്സസ് ഉറുഗ്വായ് മത്സരം. അതാണ് ഈ വർഷത്തെ ഇനിയുള്ള ബ്രസീലിലെ മത്സരങ്ങൾ. ഇത് വേൾഡ് കപ്പ് ക്വാളിഫയർ ആണ്. നിലവിൽ 2026 വേൾഡ് കപ്പിനുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ബ്രസീൽ നിൽക്കുന്നത് 6ാം സ്ഥാനത്തുമാണ്. അപ്പോൾ തിരിച്ചു വന്നേ പറ്റൂ. നെയ്മറെ പോലുള്ള താരത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. കോച്ച് ഡൊറിവാൾ ജൂനിയറോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നു: നെയ്മർ എന്ന് മടങ്ങി വരും? അടുത്ത ടീം സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾക്കുള്ള സെലക്ഷൻ എങ്ങനെയായിരിക്കും? അതിനുള്ള ഉത്തരം അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ESPN FCക്ക് നൽകിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം അദ്ദേഹം പെഡ്രോ ടീമിലേക്ക് വരാത്തതെന്ത്, പെഡ്രോയെ എടുക്കില്ല, കോപ്പ അമേരിക്കയ്ക്ക് പെഡ്രോയെ എടുക്കാത്തത് വലിയ ചർച്ചയായി പിന്നെ മാറി. ബ്രസീലിയൻ ലീഗിലെ ബെസ്റ്റ് സ്ട്രൈക്കർ അദ്ദേഹമാണ്. സോ പെഡ്രോ എസ്റ്റവായോ വില്യൻ മെസ്സിഞ്ഞോ എന്നറിയപ്പെടുന്ന എസ്റ്റവായോ വില്യൻ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത, ഇതൊക്കെയാണ് അദ്ദേഹം ഡൊറിവാൾ ജൂനിയർ ആദ്യം പറഞ്ഞത്. ഈ താരങ്ങളെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ കാര്യമൊന്നുമല്ല, അതിപ്പോൾ തുടങ്ങിയതുമല്ല. സോ അവർക്ക് നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെങ്കിൽ അവർക്ക് സ്ക്വാഡിൽ അവസരം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് നെയ്മർ ജൂനിയറെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നെയ്മർ സെപ്റ്റംബറിലെ മത്സരങ്ങൾ കളിക്കില്ല എന്നാണ് ESPN FC അവർക്ക് ലഭിച്ച സൂചനകളനുസരിച്ച് പറയുന്നത്. കോച്ചിൻ്റെ വാക്കുകളിലേക്ക് വരാം. അതും അതേ തന്നെയാണ് സൂചന കൊടുക്കുന്നത്. അതായത് ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. However, ESPN has learned that the situation will be handled calmly. According to several sources heard by the report, the Brazilian coaching staff initially does not count on the Al Hilal star for the September FIFA date. സെപ്റ്റംബറിലെ ഫിഫ ഡേറ്റിന് ബ്രസീലിയൻ കോച്ചിങ് സ്റ്റാഫ് ഇനീഷ്യലി കൗണ്ട് ചെയ്യുന്നില്ല അൽ ഹിലാൽ സ്റ്റാറിന്, അതായത് നെയ്മർ ജൂനിയറെ കൗണ്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ബ്രസീലിൻ്റെ അടുത്ത 2 മത്സരങ്ങൾക്കും നെയ്മർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒക്ടോബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങളോട് നെയ്മർ തിരികെ എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കോച്ച് എന്ത് പറഞ്ഞു എന്നുകൂടി നോക്കാം. കോച്ച് പറയുന്നു, നെയ്മർ തീർച്ചയായിട്ടും എബവ് ആവറേജ് പ്ലെയർ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ടീമിലേക്ക് പരിക്ക് മാറി വന്നാൽ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആയിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ളത്. പിന്നെ നെയ്മർ എന്ന് തിരികെ വരും എന്നുള്ളതിന് ഞാനൊരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നില്ല. എനിക്കത് സെറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയുമില്ല. പക്ഷേ നെയ്മറെ ഞങ്ങൾ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ്സിങ് ഞങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതൊരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ്. ആളുകൾ വിചാരിക്കുന്ന പോലെ അത് അത്ര സിമ്പിൾ അല്ല. അദ്ദേഹത്തിന് കൂടുതൽ കെയർ ആവശ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം വേണ്ട വിധത്തിൽ റെസ്റ്റ് എടുക്കേണ്ടതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അദ്ദേഹത്തെ നമ്മൾ പെട്ടെന്ന് തിരികെ എത്താൻ വേണ്ടി പുഷ് ചെയ്യാൻ പാടില്ല. കുറച്ചധികം സമയമെടുത്താലും കൂടുതൽ സ്ട്രെങ്തനിങ് വർക്കൊക്കെ ചെയ്ത് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരട്ടെ. സോ ഇത്രയധികം മാസങ്ങൾ നമ്മൾ കാത്തിരുന്നില്ലേ? ഇനിയിപ്പോൾ 1-2 മാസങ്ങൾ കൂടി കാത്തിരുന്നാൽ എന്താണ് പ്രശ്നം? അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ്. ആ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് കോച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ്. ബ്രസീലിൻ്റെ അടുത്ത 2 മത്സരങ്ങൾക്കും സെപ്റ്റംബർ മാസത്തിലെ 2 മത്സരങ്ങൾക്കും, അതായത് ബ്രസീൽ വേഴ്സസ് ഇക്വഡോർ, ബ്രസീൽ വേഴ്സസ് പരാഗ്വേ, ഈ കളികൾക്കും നെയ്മർ ഉണ്ടാവില്ല. പിന്നെ ഒക്ടോബറിൽ ബ്രസീൽ വേഴ്സസ് ചിലി മത്സരത്തോടു കൂടി നെയ്മറെ നമുക്ക് മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് തന്നെ അദ്ദേഹം അൽ ഹിലാലിനായിട്ട് കളിച്ചു തുടങ്ങും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വിടാം.